നമ്മൾ വൈൽഡ് കാർഡ് വരുന്നു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ ആളായിരുന്നു സായ് അഥവാ സീക്രട്ട് ഏജൻറ്റിൽ. ഏറ്റവും നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരുന്നു അന്നേരത്തെ എല്ലാ റിവ്യൂവേഴ്സിൻ്റെയും യൂട്യൂബിലെ പോളിൽ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷ വയ്ക്കുന്ന ആരാണെന്ന് വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സായിക്കായിരുന്നു. പക്ഷേ സായി വന്നപ്പോൾ ശേഷം നമുക്കറിയാം, സായി വന്ന ശേഷം ഒരു നനഞ്ഞ പടക്കമായിരുന്നു. അതായത് ഈ സിബിന് പോലും അത്രയും വോട്ട് കിട്ടിയിട്ടുണ്ടായില്ല, സായിക്ക് കിട്ടിയതിൻ്റെ പാതി പോലും വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സായിക്കും അഭിഷേക് ശ്രീകുമാറിനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ആരായിരിക്കും ബിഗ് ബോസിൽ വന്ന ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ആരായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് സായിനെയാണ്. പക്ഷേ സായി വന്നപ്പോൾ തൊട്ട് മിണ്ടുന്നില്ല, ഒരു പ്രശ്നത്തിലും ഇടപെടുന്നില്ല. അവിടെ ഒരുപാട് വാഴകൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൽ ഒരു കൂട്ടത്തിൽ വേറൊരു വാഴയായിപ്പോയി സായി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് ആ രഹസ്യം സായി ജിൻഡോനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് താൻ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള സത്യം, അതിനെക്കുറിച്ചുള്ള സത്യം ജിൻഡോനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് സായി. നമുക്ക് പല പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ. അതായത് ഇപ്പോൾ നന്ദനയും അഭിഷേകും കൂടി എന്തെങ്കിലും വഴക്കുണ്ടായ ഉടനെ സായി ആ റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ സായി അവിടെ നിന്ന് മുങ്ങും. പല പല വഴക്കുണ്ടായ സായി അവിടെ നിന്ന് മുങ്ങും. അഭിപ്രായം പറയാനോ, അതായത് നമ്മൾക്ക് അതായത് യൂട്യൂബിലുള്ള സീക്രട്ട് ഏജൻറ്റിനെ നമുക്ക് ഒരിക്കലും ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിനുള്ള കാരണം ഇത് സായി തന്നെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വാ തുറന്നാൽ ഫുള്ള് തെറിയായിരിക്കും വരുന്നത്, എന്ന തെറി മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാനെന്നെ മാക്സിമം കൺട്രോൾ ചെയ്ത് ഇവിടെ പിടിച്ച് നിർത്തിയേക്കാണ്, വാ തുറക്കാതെ പിടിച്ച് നിർത്തിയേക്കുക എന്നാണ് സായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സായി വാ തുറക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കും. ഇതാവുമ്പോൾ നോമിനേഷനിൽ വന്ന 2-3 ആഴ്ച അധികം കൂടുതലൊന്നും വേണ്ട, പ്രേക്ഷകർ തന്നെ പുറത്താക്കിക്കോളും, എവിക്ഷൻ ചെയ്തോളും. അതിനേക്കാളും അതിനിത്തിരി മാന്യതയുണ്ട്. ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കി എന്ന് പറയുമ്പോൾ പുറത്ത് ആ അരിയണ്ണൻ്റെ ഇമേജ് അങ്ങ് മാറിപ്പോവും. ഇതാവുമ്പോൾ കുഴപ്പമില്ല, മിണ്ടാണ്ടിരുന്നു. പക്ഷേ ആ ഒരു ഹൗസിനൊരു പ്രത്യേകതയുണ്ട്. സായിക്ക് അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷൻ വരും, സായി അവിടെ വാ തുറക്കും, സായിയുടെ റിയൽ ഫേസ് ഇനി മുന്നിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. അതങ്ങനത്തെ ഒരു ഹൗസാണ്. അത് റിയൽ ഫേസ് എന്തായാലും അവിടെ പുറത്ത് കൊണ്ടുവരും. സോ വെയിറ്റ് ഫോർ ദാറ്റ്.